മുഖ്യമന്ത്രി കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവം. പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുക എന്നുള്ളതാണ് അതാണ് ഞാനത് വളഞ്ഞു വഴി സംസാരിച്ചു എന്ന് മാത്രം. അതായിരുന്നു വിഷയം. അത് ആക്ച്വലി അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്വാശ്രയ സമരം നടക്കാം. സ്വാഭാവികമായിട്ട് സ്വാശ്രയ സമരം നടക്കുമ്പോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഡീൻ കുര്യാക്കോസും CR മഹേഷും നിരാഹാരം കിടക്കുക. അപ്പോൾ അവരൊരു പ്രഖ്യാപനം നടത്തുന്നു, മുഖ്യമന്ത്രിയെ ഞങ്ങൾ വഴിയിൽ തടയും. അപ്പോൾ ഉടനടി തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, നമ്മളെ ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും മുഖ്യമന്ത്രിയെ വഴിയെ തടയുന്നവൻ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നവൻ നിങ്ങൾ ശവപ്പെട്ടിയുമായി കാട്ടുന്നു എന്നൊരു വെല്ലുവിളി ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ചോരത്തിളപ്പിന്റെ പ്രായമാണല്ലോ അന്ന് ചെറുപ്പമാണ്, ചോരത്തിളപ്പിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭരണത്തിന്റെ സമയത്തല്ലേ പുള്ളി വന്ന ഒരു വർഷത്തിനകത്ത് അന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രതിഷേധങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അന്ന് ഇത്തരത്തിലൊരു വെല്ലുവിളി വന്നപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് വഴിയിൽ തടയണമെന്ന് നമ്മൾ കുറച്ച് ആവേശമുള്ള ചെറുപ്പക്കാർ തീരുമാനിക്കുകയും അന്ന് 24 മണിക്കൂറിനകത്ത് തന്നെ അവർ ആ പോസ്റ്റ് ഇട്ട് 24 മണിക്കൂറിനകത്ത് തന്നെ കണ്ടോൺമെന്റ് ഫ്രണ്ട് വെച്ച്, അത് അതീവ സുരക്ഷിത മേഖലയാണ്, അതിന്റെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുകയും ചെയ്തു. പക്ഷേ കരിങ്കൊടി കാണിച്ചല്ലോ, പക്ഷേ അതിന്റെ പിറ്റേന്ന് തന്നെ ഒരു മാർച്ച് ഉണ്ടായിരുന്നു KSUവിന്റെ. ആ മാർച്ചിനകത്ത് നമ്മൾ അന്ന് കരിങ്കൊടി കാണിച്ച എല്ലാ പ്രവർത്തകരെയും, നമ്മൾ കരിങ്കൊടി കാണിച്ച 3 പേരുണ്ടായിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉള്ള ജമീർ, അതുപോലെ അജിം ഷാ എന്ന് പറഞ്ഞ 2 പ്രവർത്തകർ, നമ്മൾ 3 പേരെയും വളരെ മൃഗീയമായി തല്ലിച്ചാച്ച് എൻ്റെ 2 കൈയും കഴുത്ത് വന്ന് പോലീസ് അടിച്ച് ഓടിച്ച് നമ്മൾ ആശുപത്രിയിൽ പോകേണ്ട വരെ സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1.5 മാസം ബെഡ് റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയിൽ വരെ ഉള്ള മർദ്ദനമായിരുന്നു അന്നുണ്ടായിട്ടുള്ളത്.